ശ്രീതു, അർജുൻ, ജിൻഡോ ഇവരടങ്ങുന്ന ടീമാണ് ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത്. ആദ്യത്തെ ടാസ്ക് അർജുൻ ജയിക്കുന്നു. രണ്ടാമത്തെ ടാസ്ക് നമ്മുടെ അഭിഷേക് ജയിക്കുന്നു, അതായത് പവർ ടീമിലെ അഭിഷേക്. മൂന്നാമത്തെ ടാസ്ക് ശ്രീതു, ഡെൻ ടീമിലെ ശ്രീതു ജയിക്കുന്നു. അപ്പോ 3 മത്സരങ്ങളിൽ 2 എണ്ണം ഡെൻ ടീമും 1 എണ്ണം പവർ ടീമും ജയിച്ചു. പവർ ടീം നന്നായിട്ട് പൊരുതി കേട്ടോ. ലാസ്റ്റത്തെ മത്സരത്തിലാണെങ്കിലും അവർ നന്നായിട്ട് പൊരുതി. നോറ അവസാനമാണ് ആ ട്രാക്കിലേക്ക് വന്നത്. പക്ഷെ 4 എണ്ണം സക്സസ് ആയിട്ട് ബോൾ അതിനകത്ത് ഇട്ടു. ആ ഒരു ടാസ്കില് ഉരുട്ടി ബോൾ വലയ്ക്കകത്ത് ഇടുന്ന ഗെയിം അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. അപ്പൊ അവിടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബാറ്റും പിടിച്ചുകൊണ്ട് ഒരു മാമൻ നിൽപ്പുണ്ട്. പുള്ളി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, കറങ്ങി. അപ്പൊ ബാറ്റിൽ കൊള്ളാതെ നമ്മൾ വലയിലേക്ക് ഉരുട്ടി ഇട്ട് കൊടുക്കണം. അതാണ് ടാസ്ക്. ഇതിനകത്ത് ശ്രീതു അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. കാരണം ശ്രീതുവിന് ഭയങ്കര കോൺസെൻട്രേഷൻ ആണ്. ഇങ്ങനെയുള്ള ടാസ്കുകൾ പുള്ളിക്കാർ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് കളിച്ച് അങ്ങനെ ഡെൻ ടീമാണ് പവർ ടീമിലേക്ക് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത്. പവർ റൂമിലേക്ക് ഡിസർവിംഗ് ആണ് എന്ന് വെച്ചാൽ അവര് നന്നായിട്ടാണ് കഴിഞ്ഞ ടാസ്ക് ചെയ്തത്. ആകെ ചെയ്തത് ഡെൻ ടീമും